ത്രിയേക ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിമല സെമിനാരിയുടെ ആദരണീയനായ സുപ്പീരിയർ മാനേജർ, എൻ്റെ സഹോദരൻ കൂടിയായിരിക്കുന്ന എൽദു അച്ഛൻ, ബഹുമാനപ്പെട്ട മാത്തുക്കുട്ടി അച്ഛൻ, ഈ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, ദൂരെയും ചാരിയുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരുമേ, ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം. ശൈശവത്തിലെ ഉത്സാഹവും യൗവനത്തിലെ ആശ്രയവും വാർദ്ധക്യത്തിലെ സമാധാനമായ അന്തരീക്ഷവും പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിൽ കൂടെ ലഭ്യമാകുന്ന അനുഗ്രഹമാണെന്ന് പരിശുദ്ധനായ പരിമല തിരുമേനി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് ഓരോ ശിശുവും ആർജിച്ചെടുക്കേണ്ടതായ കൃപയാണ് പ്രാർത്ഥനയിൽ കൂടെ, തൻ്റെ മാതാപിതാക്കളുടെ ശിക്ഷണത്തിലൂടെ, ആത്മീയ പിതാക്കന്മാരുടെ തണലിൽ കൂടെ ഒരു ശിശു അവൻ ബാല്യത്തിൽ കണ്ടെത്തുന്നതായ ഉത്സാഹവും യൗവനത്തിൽ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ടും ജീവിക്കുമ്പോൾ വാർദ്ധക്യം സമാധാനപരമായി തീരും എന്ന് നമുക്ക് അതിൻ്റെ പൊരുൾ ലഭിച്ചിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, ഒരു വീട് ഏതൊരു വ്യക്തിയുടെയും ഒരു സ്വപ്നമാണ്. വീടില്ലാതെ പോകുന്നവൻ, വീട് ഉപേക്ഷിച്ചു പോകുന്നവൻ അതിൻ്റെ അർത്ഥം അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് പോലും താനായിരിക്കുന്ന ഇടത്തെക്കുറിച്ച് വളരെ പല ചിന്തകൾ പങ്കുവച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ നഷ്ടദുഃഖങ്ങളിൽ ഒന്നും വീട് തന്നെയായിരുന്നു. കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളും ഉണ്ടെങ്കിൽ തന്നെയും ഈ ലോകത്ത് തലചായ്ക്കാൻ ഇടമില്ലാത്ത മനുഷ്യപുത്രൻ്റെ നൊമ്പരം നാം കേട്ടിട്ടുള്ളതാണ്. പ്രിയരെ, തനിക്ക് ജനിക്കാൻ ഒരു സത്രം പോലും അതിന് അവസരം ലഭ്യമാകാതെ വന്നപ്പോൾ കാലിത്തൊഴുത്താണ് ഉണ്ണിയേശുവിന് പിറക്കുവാനായിട്ട് ഇടം ലഭിച്ചത് എന്നുള്ളത്. പ്രിയരെ, ദൈവത്തിന് ഒരു വീടുണ്ടെങ്കിൽ അത് സ്വർഗമാണ്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് നമ്മുടെയൊക്കെ ഒരു വീട് തന്നെയാണ്. ഇന്നത്തെ വീടുകളോ എപ്രകാരമാണ്? ദൈവത്തിൻ്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നതായ ഒരു വീട്ടിലാണോ ഞാൻ ആയിരിക്കുന്നതെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓരോ മനുഷ്യനും വീട്ടിൽ കൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ സ്നേഹത്തിൻ്റെതായ ആദ്യ പാഠങ്ങൾ അവന് നുകരുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, സ്വന്തമായ ഒരു വീട് ഏതൊരു വ്യക്തിയുടെയും വലിയൊരു സ്വപ്നമാണ്. എന്നാൽ വീട് ഉപേക്ഷിച്ചു പോകുന്നവൻ അതിൻ്റെ വില അറിയുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു സംഗതിയാണ്. പ്രിയരെ, ഈ വേദഭാഗത്തും നാം കടന്നു ചെല്ലുമ്പോൾ വീട് വിട്ട് ഓടിപ്പോകുന്നവനെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം യാക്കോബിൻ്റെ വലിയൊരു ചിത്രമാണ് അവിടെ പരിചയപ്പെടുത്തുന്നത്. തൻ്റെ അപ്പനായ ഇസ്ഹാക്കിൽ നിന്ന് അനുഗ്രഹം നേടിയെടുത്തവനായ യാക്കോബ് തൻ്റെ സഹോദരനെ ഭയന്ന് ഓടുന്ന രംഗം നാം കാണുന്നുണ്ട്. അബ്രഹാമിൻ്റെ പുത്രനായ ഇസ്ഹാക്ക് തൻ്റെ മകനായ യാക്കോബിനോട് തൻ്റെ അമ്മയായ റിബേക്കയുടെ ഭവനത്തിലേക്കാണ് പറഞ്ഞയക്കുന്നത്. ഹരാനിലെ ലാബാവിൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോകാനായിട്ട് പറയുന്നു. ലാബാന്റെ പുത്രിമാരിൽ നിന്ന് ഒരാളെ നീ സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോട് മടങ്ങി വരാനായിട്ട് അപ്പനായ ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു വിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ നാം കാണുന്നത് തൻ്റെ സഹോദരനായ ഏശാവിനെ ചതിപ്പെടുത്തതിൻ്റെ ഭാരവും ഏശാവിൻ്റെ ദേഷ്യവും ഒക്കെ കണ്ടുകൊണ്ട് ഉള്ളിൽ ഭയത്തോടുകൂടെ ഓടിപ്പോകുന്നവനായ യാക്കോബിനെ നാം കാണുന്നുണ്ട്. 10-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം 10 മുതലുള്ളതായ വാക്യം നാം നോക്കുമ്പോൾ, യാക്കോബ് ബേർശയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് അവൻ പോയി എന്നുള്ളതാണ്.
സൂര്യൻ അസ്തമിക്കാറായപ്പോൾ അവൻ അവിടെ തന്നെ താൻ ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ അന്തി ഉറങ്ങുവാനായിട്ട് യാക്കോബ് ആഗ്രഹിക്കുന്നു. അവൻ ചുറ്റും നോക്കിയപ്പോൾ ഒരു കല്ല് അവന് കിട്ടി. അത് തലയണിയായി വെച്ച് സ്വസ്ഥമായി കിടന്നുറങ്ങുന്നു. അവൻ്റെ ഉറക്കം മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇതാ ഒരു ദർശനം അവൻ കാണുന്നു. ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം ഉയർന്നു നിൽക്കുന്നതായ ഒരു ഗോവേണി, അതിൽ നിന്ന് ദൈവദൂതന്മാർ താഴേക്ക് കയറിയിറങ്ങുന്നതായ വലിയൊരു മനോഹരമായ ഒരു ചിത്രമാണ് അവൻ കാണുന്നത്. അവൻ പെട്ടെന്ന് ഉറക്കമുണർന്ന് അവൻ നോക്കുകയാണ്. 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ വളരെയധികം ഭയപ്പെട്ടു. എന്നിട്ട് അവൻ പറയുകയാണ്, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് യാക്കോബ് പറഞ്ഞു. എന്നിട്ട് അവൻ വളരെയധികം ഭയപ്പെട്ട്, ഈ സ്ഥലം എത്ര ഭയങ്കരമാകുന്നു, ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്നവൻ പറഞ്ഞു. എന്നിട്ട് അതികാലത്തെ എഴുന്നേറ്റ് താൻ തലയണയായി വെച്ചതായ കല്ല് അവൻ നാട്ടി വെച്ചിട്ട് അത് തൂണായി നാട്ടി അതിന്മേൽ എണ്ണ ഒഴിച്ച് അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു. അതിനു മുമ്പ് എന്തായിരുന്നു? ലൂസ് എന്നായിരുന്നു പേര്. വേർപാടിൻ എന്നർത്ഥമുള്ള ലൂസ് എന്നായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഭവനം, ദൈവത്തിൻ്റെ ഇടം എന്നുള്ള ബഥേൽ എന്ന പുതിയൊരു നാമകരണം അവിടെ ഉണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വളരെയധികം ഓട്ടങ്ങളും അലച്ചിൽ കൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനെയാണ് യാക്കോബിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഏതൊരു വ്യക്തിയെയും കൈവിടാത്തവനായ ഒരു ദൈവത്തെ അനുഭവിച്ചറിയുവാനായിട്ട് യാക്കോബിന് ഇവിടെ ഇടയാകുന്നു എന്നുള്ളതാണ്. എല്ലാം നഷ്ടപ്പെട്ട് കഷ്ടതയുടെ കല്ലുമാത്രം സ്വന്തമാക്കുന്നവനും ദൈവമുണ്ടെങ്കിൽ ഒരു വീടിൻ്റെ സുരക്ഷിതത്വം ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ ആ സ്ഥലത്തിന്, ആ ഏകാന്ത സ്ഥലത്തിന് ഇവിടെ യാക്കോബ് പോലും ബഥേൽ എന്നാണ് വീടുന്നത്. എല്ലാ വീടുകളും യാക്കോബ് കണ്ട നിത്യതയുടേതായ ഒരു ഗോവണിയാണെങ്കിൽ ആ ഗോവേണി ഭൂമിയിൽ തീർച്ചയായും ഉറച്ചു നിൽക്കുന്നതാണ്. എല്ലാ വീടുകളും മാതാപിതാക്കൾ എന്ന് പറയുന്ന ആ വലിയൊരു സുരക്ഷിതത്തിൽ ഉറച്ചു നിൽക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഉദാഹരണമായി, ഒരു വൃക്ഷത്തിൻ്റെ വേരുകൾ എത്ര ആഴത്തിലേക്ക് അത് ഇറങ്ങിപ്പോകുന്നു, അത്രയും ഉയരത്തിലേക്ക് ആ വൃക്ഷം ഉയർന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ ശാഖകൾ എത്രമാത്രം ബലപ്പെട്ടിരിക്കുന്നുവോ അതിനനുസരിച്ച് അതിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. കാരണം എന്താണ്? ആ വൃക്ഷത്തിൻ്റെ വേരുകൾ അത്രമാത്രം ആഴത്തിലേക്ക് ആഴ്ന്നിറങ്ങിയതാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ കുടുംബവും അതിൻ്റെ ആഴവും പരപ്പും ആ ദൈവികമായ അടിത്തറയിൽ ഉറച്ചതായിരിക്കണം. പാറമേൽ അടിസ്ഥാനമിട്ടതായ വീട് ഏത് കൊടുങ്കാറ്റ് വന്നാലും, ഏത് പേമാരി വന്നാലും, ഏത് തിരമാലകൾ അടിച്ചാലും അത് തകർന്നു പോകുകയില്ല. പ്രിയരെ, ദൈവികമായ ആത്മാവിൻ്റെ അടിസ്ഥാനത്തിൽ ഇട്ടതായിരിക്കണം നമ്മുടെ ഓരോ വീടുകളും. ഇവിടെയും എല്ലാ നേട്ടങ്ങൾക്കും അപ്പുറം മക്കളെ നഷ്ടപ്പെട്ടാൽ എന്ത് നേട്ടമാണ് നാം ഓരോരുത്തരും ആർജിച്ചെടുക്കുവാൻ സാധിക്കുന്നത്? എന്ത് നേട്ടമാണ് നമുക്ക് നേടുവാൻ സാധിക്കുന്നത്? നൊന്ത് പ്രസവിച്ച നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് അകന്നു പോകുമ്പോൾ, നമുക്ക് നൊമ്പരങ്ങൾ തരുമ്പോൾ, നാം ആർജിച്ചെടുത്തതായ ഭൗതിക നേട്ടങ്ങൾക്ക് എന്ത് പ്രസക്തിയാണ്? പ്രിയരെ, നമ്മുടെ വീട്ടിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞും മാലാഖയാണ്. എൻ്റെയും നിങ്ങളുടെയും വീടുകളിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞും മാലാഖയാണ്. നാം ഒരുക്കിയിരിക്കുന്നതായ നേഴ്സറിയിൽ അതിൻ്റെ ശിക്ഷണത്തിന് പോരായ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റൊരു തലത്തിലേക്ക് ആ കുഞ്ഞ് വളർന്നു വരുന്നു എന്നുള്ളതാണ്. അതിനാൽ മാതാപിതാക്കളുടെ വലിയൊരു ആശ്രയവും സ്വപ്നവുമായിരിക്കുന്ന നമ്മുടെ മക്കൾ
നമ്മുടെ വാത്സല്യവും നമ്മുടെ കരുതലും ആവോളം ലഭ്യമാക്കുവാനായിട്ട് ഇടയാകണം എന്നുള്ളതാണ്. അടുത്ത സമയത്ത് ഞാനൊരു യുവാവിനെ പരിചയപ്പെട്ടു. കോളേജിൻ്റെ മുന്നിലുള്ളതായ കലുങ്കിൽ വൈകുന്നേരം 5 മണിയായിട്ടും കലുങ്കിൽ അവൻ വിശ്രമിക്കുന്നു. ഞാൻ ചോദിച്ചു, അല്ലയോ മകനെ, നിനക്ക് വീട്ടിൽ പോകണ്ടേ? അവൻ പറയുകയാണ്, ഞാൻ എന്തിനാണ് വീട്ടിൽ പോകുന്നത്? വൈകുന്നേരം എൻ്റെ അപ്പനും അമ്മയും തമ്മിലുള്ളതായ ലഹളകളും അവരുടെ പോർവിളികളുമാണ് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നത്. എൻ്റെ വീട് സമാധാനം തരുന്ന ഒരു ഇടമല്ല എന്ന്. പ്രിയരെ, എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ മക്കൾ നമ്മുടെ വീടിൻ്റെതായ സുരക്ഷിതത്വം എത്രമാത്രം അവർക്ക് ലഭ്യമാകുന്നു. നമ്മുടെ വീട് 4 ചുവരുകൾക്കുള്ളിലുള്ളതായ ഒരു കെട്ടിടം മാത്രമായി അവശേഷിക്കുകയാണോ? അതിനപ്പുറമായി ദൈവത്തിൻ്റെ സ്വരമുയരുന്ന ഇടമാണോ? നമുക്കറിയാം, യോശുവായും ജനവും ദൈവസന്നിധിയിൽ ഉടമ്പടി എടുത്തത്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യഹോവയെ സേവിക്കുന്ന ഇടമായി നമ്മുടെ വീടുകൾ മാറാനായിട്ടിടണം. അതുകൊണ്ട് ദൈവത്തിൻ്റെതായ സ്നേഹത്തിൻ്റെതായ ഒരു ഗോവണിയായി നമ്മുടെ വീടുകൾ മാറാനായിട്ടിട. അതാണ് ഒന്നാമത്തെ എൻ്റെ ചിന്ത എന്ന് പറയുന്നത്. ഒരിക്കൽ ഒരു ജയിലിൽ കിടക്കുന്നതായ ഒരു യുവാവിനോട് ഒരാൾ ചോദിച്ചു, എങ്ങനെയാണ് ഇവിടെ എത്തപ്പെട്ടതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞ മറുപടി, എൻ്റെ അപ്പച്ചൻ്റെ കാരണമാണ് ഞാൻ ഇവിടെ എത്തിയത്. എൻ്റെ അപ്പച്ചൻ്റെ കാരണമാണ് ഞാൻ ഇവിടെ എത്തിയത്. ആരെങ്കിലും എന്നെ ഇത്തിരി സ്നേഹിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ വരികയില്ലായിരുന്നു. ആരെങ്കിലും എന്നെ ഇത്തിരി സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എത്തുകയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, കേവലം ആ ഒരു യുവാവിൻ്റെ ഒരു രോദനം മാത്രമല്ല, എൻ്റെ വീട് സ്നേഹത്തിൻ്റെ ഇടമായി മാറണം. സ്നേഹത്തിൻ്റെതായ ഗോവണി സ്വർഗത്തിലേക്ക് ഉയർത്തിയതായിരിക്കണം എൻ്റെ വീട്. എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ ദുഃഖങ്ങൾ കേൾക്കുന്ന ഇടമായി എൻ്റെ വീട് മാറണം. എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ വേദനകൾ, എൻ്റെ കുറവുകൾ അത് പങ്കുവെക്കപ്പെടുന്നതായ കേൾക്കുന്ന ഒരപ്പനും അമ്മയുള്ള ഒരു ഇടമായി എൻ്റെ വീടുകൾ മാറണം. നേരെ മറിച്ച് എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം എനിക്ക് സമയം ചെലവഴിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ കേവലം ഒരു കെട്ടിടമായി എൻ്റെ വീടുകൾ മാറുന്നു എന്നുള്ളതാണ്. പ്രിയരെ, ഇവിടെ യാക്കോബ് താൻ ഇരുന്ന ഇടം ദൈവത്തിൻ്റെ ആലയമാണെന്ന് അവന് ബോധ്യപ്പെട്ടു. എൻ്റെയും നിങ്ങളുടെയും വീടുകളിലെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിൻ്റെ ഇടമാണ് എൻ്റെ വീട്, സ്നേഹത്തിൻ്റെ ഇടമാണ്, ദൈവിക സ്പർശനമുള്ളൊരു ഇടമാണ് എൻ്റെ വീട് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് അവൻ കടന്നു വരാനായിട്ടിടയാകണം. മനുഷ്യരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ഇടമായി നമ്മുടെ വീടുകൾ മാറാനായിട്ട് ഇടയാകണം. പ്രിയ മാതാപിതാക്കളെ, വീട് വിട്ടുപോയ ഒരു ഗൗതമ ബുദ്ധൻ ചരിത്രത്തിൽ നാം കേട്ടിട്ടുണ്ട്. വീട് വിട്ടുപോയ ഗൗതമ ബുദ്ധൻ അദ്ദേഹം പറയുവാണ്, ഉള്ളിൽ പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന വീടായി ഓരോരുത്തർ മാറണമെന്ന്. എന്താ പറഞ്ഞത്? ഉള്ളിൽ പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടായി ഓരോരുത്തർ മാറണമെന്ന്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു, അല്ലയോ സഹോദര, നീ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ, നീ ഒരു വീടിൻ്റെ വാതിൽക്കൽ നീ മുട്ടുമ്പോൾ, വീട്ടുടയവൻ വാതിൽ തുറന്നു നോക്കുമ്പോൾ അവൻ്റെ കണ്ണ് ചുമന്നതായിട്ട് ഇരിക്കുന്നുവെങ്കിൽ നിന്റെ സാന്നിധ്യം അവൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ സ്വർണത്തിൻ്റെതായ വലിയ അക്ഷയഖനി ഉണ്ടാവാം എന്ന് വിചാരിച്ച് ഭൗതിക നേട്ടത്തിന് വേണ്ടി അവിടെ പിടിച്ചു കയറി ഇരിക്കാമെന്ന് ഇനി ചിന്തിക്കാൻ പാടില്ല. എന്താണ്? നിന്റെ ചെരുപ്പിൻ്റെ കാലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതായ പൊടി പോലും തട്ടിക്കളഞ്ഞിട്ട് വേണം നീ പോകുവാൻ.
പ്രിയരെ, സ്നേഹമുള്ളിടത്ത് മാത്രമേ നമുക്ക് കടന്നു ചെല്ലുവാനായിട്ട് ഇടയാവുകയുള്ളൂ. അതുകൊണ്ട് ഗൗതമൻ പറയുവാണ്, ഉള്ളിൽ പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ഏതൊരു ഇടവും എന്താണ്? അത് വീടായി മാറുന്നു. ഒരു വീട്ടിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ വിഭവസമൃദ്ധമായ വിരുന്ന് ഒന്നും നമുക്ക് കിട്ടണ്ട, വിലപിടിച്ചതായി അതൊന്നും കിട്ടണ്ട. സന്തോഷത്തോടുകൂടെ കടന്നു വരുന്ന ഒരു അതിഥിക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ അതവന് അമൃതാണ്. ആശ്വാസത്തിൻ്റെ വലിയൊരു നിറം കുടമാണ് അവന് കിട്ടുന്നത്. ഇതാണ് വീടിൻ്റെ പച്ചയായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. സന്ധ്യയ്ക്ക് ഒന്നിച്ചിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഇടമായി നമ്മുടെ വീടുകൾ മാറണം. മേശയ്ക്ക് ചുറ്റും നർമ്മസല്ലാപങ്ങൾ പറയുന്ന ഒരു ഇടമായി നമ്മുടെ വീടുകൾ മാറേണ്ടിയില്ലേ? മുറ്റത്ത് ഓടിക്കളിക്കുന്ന കുട്ടികളുടെ കാഴ്ചകൾ ഇന്ന് മൺമറഞ്ഞുപോയി. ഉമ്മറപ്പടിയിൽ വൈകുന്നേരം ഇരിക്കുന്ന നരച്ച തലകൾ ഇന്ന് വീടിന് നഷ്ടമായിരിക്കുകയാണ്. ഒരു വീടിൻ്റെ വേദനകൾ ഇതുതന്നെയാണ്. ഇവിടെയാണ് ഉള്ളിൽ പ്രകാശം നിറഞ്ഞിരിക്കുന്ന ഇടം എവിടെയുണ്ടോ അതാണ് വീടെന്ന് പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ദീപം കെട്ടുപോയിരിക്കുന്ന ഇടമായി തീരരുത് വീട് എന്നുള്ളതാണ്. എവിടെയും ഏകാന്തത മാത്രം നിറഞ്ഞു നിൽക്കുന്നിടമായിരിക്കരുത്. പിന്നെന്താണ്? സംസാരവും മുഖത്തോട് മുഖം സംസാരിക്കുന്ന ഇടമായി നമ്മുടെ വീടുകൾ മാറാനായിട്ട് ഇടയാകണം. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ ഒരു വീടിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ വീട് എൽക്കാനയുടെയും ഹന്നയുടെയും വീടാണ്. ഒരു ദിവസം യാത്രയ്ക്ക് പുറപ്പെടുന്നതായ എൽക്കാന ഉമ്മരപ്പടിയിൽ അല്പം പരിദേവനയോടുകൂടെ കണ്ണു നിറഞ്ഞു നിൽക്കുന്നതായ തൻ്റെ ഭാര്യയായ ഹന്നയെ കാണുന്നു. എൽക്കാന പറഞ്ഞു, നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പോൾ പറയുവാണ്, എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചിട്ടും എനിക്ക് കിട്ടിയില്ല, അതാണ് എൻ്റെ വേദന. അപ്പോൾ രാവിലെ വിഷാദമുഖിയായിരിക്കുന്നതായ എൽക്കാനയെ ഇവിടെ പരിഭവം കാട്ടുകയോ പിറുവിറുക്കുകയോ ചെയ്യുന്നവനായ ഹന്നയോട് പിറുവിറുക്കുന്ന എൽക്കാനയല്ല കാണുന്നത്. പിന്നെയോ ഒന്ന് തോളിൽ തലോടിയിട്ട് ഒന്ന് തോളിൽ തട്ടിയിട്ട് ആശ്വസിപ്പിക്കുന്നവനായി എൽക്കാനയാണ്. ഉത്തമനായ ഒരു ഭർത്താവിന് സ്നേഹം പകർന്നു നൽകുന്ന, ഭാര്യയ്ക്ക് പകർന്നു നൽകുന്ന ഒരു ഗൃഹനാഥൻ. എൽക്കാന പറയുവാണ്, ശാന്തമായിട്ട് പറയുന്നു, അല്ലയോ ഹന്നെ, നിന്നിൽ കൂടെ 10 പുത്രന്മാർ എനിക്ക് ലഭിക്കുന്നില്ല അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലേ പ്രിയതമേ? നിന്നിൽ കൂടെ 10 പുത്രന്മാർ എനിക്ക് ജനിക്കുമ്പോൾ എത്രമാത്രം എനിക്ക് സ്നേഹമുണ്ടാവും, അതിലുപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലേ? ഈ സ്നേഹം കവിഞ്ഞൊഴുകുന്ന ഇടമായി വീടുകൾ മാറണം. ഈ സ്നേഹത്തിൻ്റെതായ തുരുത്തി നിറഞ്ഞ് കവിയുന്ന ഇടമായി ഓരോ വീടുകൾ മാറണം. പക്ഷേ പരിദേവനങ്ങളും കുറ്റപ്പെടുത്തുകളുടെ ഇടമായി ഇന്ന് വീടുകൾ നമ്മുടെ മാറുന്നു. ഇതാണ് ദുഃഖത്തിൻ്റെ ഒരു കാരണം. ആദ്യകാലത്തെ പ്രണയത്തിൻ്റെ കാലത്ത് ധാരാളം സ്നേഹവും സൗന്ദര്യവും ഒക്കെ തൻ്റെ പങ്കാളിയിൽ നിന്ന് ഒരു യുവതിയും യുവാവും ഒക്കെ ലഭിച്ചിരുന്നു. എന്നാൽ മധ്യപ്രായമെത്തുമ്പോൾ വളരെയധികം കുറ്റപ്പെടുത്തലുകളാണ്. ആദ്യമൊക്കെ ഒത്തിരി സൗന്ദര്യത്തിൻ്റെതായ വർണ്ണനകൾ പറയാനുണ്ടായിരുന്നു. മധ്യപ്രായമെത്തുമ്പോൾ എത്രയോ കുറ്റപ്പെടുത്താൻ എണ്ണങ്ങൾ കുറവില്ല. തൻ്റെ ഭർത്താവിനെക്കുറിച്ചോ തൻ്റെ ഭാര്യയെക്കുറിച്ചോ കുറ്റപ്പെടുത്തുകളുടെ എണ്ണം അല്പം പോലും കുറയുന്നില്ല എന്നുള്ളതാണ് ഇന്നിൻ്റെ പ്രശ്നം. മധ്യപ്രായമായവരൊക്കെ സ്നേഹം തേടി ഓടി അകലുകയാണ്. സ്നേഹം തേടി ഓടുന്ന ആ മധ്യപ്രായക്കാരെയാണ് കാണുന്നത്. 2 ആഴ്ച മുമ്പ് പത്തനംതിട്ടയിൽ നിന്നും KSRTC ബസ്സിൽ
തിരുവല്ലയ്ക്ക് കടന്നു വരുന്ന ഞാൻ, എൻ്റെ മുന്നിൽ ഒരു 75 വയസ്സിന് മുകളിലുള്ളതായ ഒരു അപ്പച്ചനും അമ്മച്ചിയും ഇരിപ്പുണ്ട്. അപ്പച്ചൻ മൊബൈലിൽ എന്തൊക്കെയോ വരുതിക്കൊണ്ട് ഇരിക്കുകയാണ്. തിരുവല്ലയോട് അടുക്കാറാവുമ്പോഴും ആ മൊബൈലിനെ ഒന്ന് വിട്ടുമാറുവാൻ ആ പിതാവിന് സാധിക്കുന്നില്ല. കുറേ നേരമൊക്കെ അമ്മാമ്മ ചായൻ്റെ മുഖത്തൊക്കെ നോക്കിയിട്ടും ഈ മൊബൈലിനോട് മാത്രം സംവേദനം ചെയ്യുന്ന അപ്പനെയാണ് കാണുന്നത്, അല്ല ഭർത്താവിനെയാണ് കാണുന്നത്. അവസാനം അമ്മാമ്മ ഉറക്കം തൂങ്ങിയിരുന്നു പോയി. പ്രിയരെ, ഇതാണ് നമുക്ക് അടുത്തിരിക്കുമ്പോൾ മുഖാമുഖം പറയുവാൻ വിഷയങ്ങളില്ലാത്തവരായി നാം മാറുന്നു. അടുത്തിരിക്കുമ്പോഴും മുഖാമുഖം ഒന്ന് മുഖത്തോട് മുഖം നോക്കുവാനും സംസാരിക്കാനുള്ള ഇടമല്ലാതായി എൻ്റെ വീടുകൾ മാറി. ഇരുട്ട് ബാധിച്ചതായ ഹൃദയങ്ങളുള്ള ഉടമകളായി നാം മാറി. അതുകൊണ്ടല്ലേ അടുത്ത സമയത്ത് കണ്ടതായ ഒരു സന്ദേശത്തിൽ യൂറോപ്പിൽ നിന്നും കടന്നു വന്നതായ മക്കൾ, കൊച്ചുമക്കൾ, അവരൊക്കെ ഉമ്മറപ്പടിയിലിരുന്ന് മൊബൈലിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടതായ അമ്മച്ചി താടിയിൽ കൈവച്ചുകൊണ്ട് അമ്മച്ചിയോട് തന്നെ അമ്മ ചോദിക്കുകയാണ്, ഇവരൊക്കെ എന്തിനാണോ വന്നത്? ഇവരൊക്കെ എന്തിനാണോ വന്നത്? പ്രിയപ്പെട്ട അമ്മച്ചിയോട് സംസാരിക്കുവാൻ, വിശേഷങ്ങൾ ചോദിക്കാൻ അവർക്കൊന്നും ഇല്ല. പങ്കുവെക്കുവാൻ കഥകൾ അവർക്കൊന്നുമില്ല. ഇത് വർത്തമാന സമൂഹത്തിൻ്റെ, ഇന്നിൻ്റെ വീടിൻ്റെ ചില രോദനങ്ങളും നൊമ്പരങ്ങളുമാണ് ഞാൻ പങ്കുവെച്ചത്. പ്രിയരെ, നമ്മുടെ വീടുകൾ സ്വർഗത്തോളം സ്നേഹത്തിൻ്റെ ഗോവണി ഉയർത്തുവാൻ എൻ്റെ വീടിന് സാധിക്കണമെന്നുള്ളതാണ്. രണ്ടാമത്തെ എൻ്റെ ചിന്ത, ദൈവാനുഭവത്തിൻ്റെ ഇടമായി വീട് മാറണം. ദൈവാനുഭവത്തിൻ്റെ ഇടമായി നമ്മുടെ വീടുകൾ മാറണം എന്നുള്ളതാണ്. ബേഥേൽ ദൈവസാന്നിധ്യത്തിൻ്റെ നിർവൃതിയിൽ ഏതൊരാൾക്കും ഉള്ളിൽ ഉണരുന്ന ഒരു അവബോധമാണ്. എന്താണ് ബേഥേൽ? ദൈവത്തിൻ്റെ ഇടം, ദൈവത്തിൻ്റെ ഭവനം, യാക്കോബ് കണ്ടെത്തിയതായ ആത്മീയമായ ഇടം. അതെന്താണ്? ദൈവസാന്നിധ്യത്തിൻ്റെ നിർവൃതിയിൽ ഏതൊരാൾക്കും ഉള്ളിൽ ഉണരുന്ന അവബോധമാണ് ബേഥേൽ വീടെന്ന് പറയുന്നത്. രണ്ടാമത് അതിന് മറ്റൊരു നിർവചനം എനിക്ക് പറയുവാൻ സാധിക്കും. ഏതൊരാളും ദൈവാനുഭവത്തിലേക്ക് ഉയരുന്ന ഏത് ഇടവും ബേഥേലാണ്. ഒന്നാമത് ഞാൻ പറഞ്ഞു ദൈവസാന്നിധ്യത്തിന്റെ നിർവൃതി കിട്ടുന്ന ഇടം അത് ബേഥേലാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞെന്താണ്? ഏതൊരാളിനെയും ദൈവാനുഭവത്തിലേക്ക് ഉയർത്തുന്ന ഇടം അതെന്താണ്? ബേഥേലായി നമുക്ക് മാറാനായിട്ട് ഇടണം. യാക്കോബിനെ പോലെ അലച്ചിലുകളും ഇടർച്ചകൾക്കും ഇടയിലും ദൈവത്തെ അനുഭവിച്ചറിയുവാൻ നമുക്ക് ഏവർക്കും ഇടയാകണം എന്നുള്ളതാണ്. അപ്രകാരം ചില ഇടങ്ങൾ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കട്ടെ. സുഖാർ ബൈബിളിലെ പുതിയ നിയമത്തിലെ ഒരു സ്ഥലമാണ് സുഖാർ. സുഖാർ കിണറിൻ്റെ കരയിലേക്ക് ഒരു കുടവുമായി വെള്ളം കോരുവാൻ എത്തുന്നതായ ഒരു യുവതി. അവൾ കിണറിൻ്റെ അടുത്ത് നിന്ന് വെള്ളം ചോദിക്കുന്ന യുവാവിനെ കാണുന്നു. അവനെ ഒരു യഹൂദനായി കണ്ടിട്ട് താൻ ഒരു താഴ്ന്ന ജാതിക്കാരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് വെള്ളം കൊടുക്കുവാൻ വൈമനസ്സപ്പെടുന്നു. എന്നാൽ അവളിലേക്ക് ദാഹം ഒരിക്കലും ദാഹിക്കാത്തതായ ജലത്തിൻ്റെ നീരുറവ പകർന്നു നൽകുന്നവനായ ആ യുവാവിൽ മശീഹായെ കണ്ടെത്തുവാനായിട്ട് ഇവിടെ ശമരിയക്കാരത്തിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇതാണ് ദൈവാനുഭവത്തിലേക്ക് പകരുന്ന ഇടം ഒരു ബേഥേലായി മാറ്റപ്പെടും എന്ന് ഞാൻ പറഞ്ഞത്. രണ്ടാമതായിട്ട് ലോകത്തിൻ്റെ സുഖാനുഭവങ്ങളിൽ ഓടി നടന്ന ഒരു മധ്യവയസ്കനുണ്ട്. അദ്ദേഹം അനേകരുടെ സന്തോഷങ്ങൾ തല്ലിക്കെടുത്തിയവനായിരുന്നു. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ
കഷ്ടപ്പെടുന്നതായ അനേക ആളുകളുടെ പണങ്ങൾ കവർന്നെടുക്കുന്നവനായ ഒരു ചുങ്കം പിരിവുകാരൻ. പക്ഷേ ആ മനുഷ്യനും എവിടെ വെച്ചോ കേട്ടതായ വചനത്തിൻ്റെ തീപ്പൊരി, ആരോ പകർന്നു നൽകിയതായ ദൈവാനുഭവം അവൻ്റെ ഉള്ളിൽ വലിയൊരു തീപ്പൊരി ഉയർന്നു കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയെ കാണുവാൻ അത്തിയുടെ മുകളിലേക്ക് ബന്ധപ്പെട്ട് കയറി ചെല്ലുന്നതായ ഒരു മനുഷ്യനെ, കുറിയ മനുഷ്യനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ കുറിയ മനുഷ്യൻ കഷ്ടപ്പെട്ട് അവൻ്റെ അല്ലലുകൾക്കും ബന്ധപ്പാടുകൾക്കും ശേഷം ക്രിസ്തുവിനെ തൊട്ടടുത്ത് കൺകുളിർക്കെ കാണുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നു. അവൻ എത്രമാത്രം തെറ്റുകൾ ചെയ്തു, പാപത്തിൻ്റെതായ എത്രമാത്രം ചുമടാണോ അവൻ വഹിച്ചുകൊണ്ടാണോ ആ അത്തിയുടെ മുകളിലേക്ക് കയറിയത്, അവൻ്റെ ഓരോ ഇറക്കത്തിൻ്റെ ഓരോ ഇഞ്ചും എൻ്റെ ഭാവനയിൽ ആ അത്തിയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന ഓരോ ഇഞ്ചിൻ്റെ ചുവടുവെപ്പിലും അവൻ്റെ പാപത്തിൻ്റെ കെട്ടുകൾ അവൻ ഇറക്കിക്കൊണ്ടേ ആണ് ഇറങ്ങി വന്നത്. അവൻ്റെ പാപത്തിൻ്റെ കെട്ടുകൾ ഇറങ്ങി എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ക്രിസ്തു പറയുവാണ്, അല്ലയോ മകനെ, നിന്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു വരുന്നു. അവൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ക്രിസ്തു പറയുവാണ്, ഇവൻ അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. സമൂഹം പേടിച്ചു പറയക്കാരനെന്നും പാപിയുമെന്നും മുദ്രകുത്തിയതായ സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഗോത്രപിതാവായ വിശ്വാസിയുടെ പിതാവായ അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ സ്ഥാനത്തേക്ക് അവന് ഉയരുവാൻ സാധിച്ചു. ഇതാണ് ബേതേലിൻ്റെ മറ്റൊരു അനുഭവം എന്ന് പറയുന്നത്. ഞാൻ ആയിരിക്കുന്ന ഇടം എന്തായിരുന്നാലും അത് ദൈവത്തെ രുചിച്ചനുഭവിക്കുന്ന ഇടമാണെങ്കിൽ അതൊരു വീടിൻ്റെ ഒരു അനുഭവമാണ്. മൂന്നാമതായിട്ട് നാം കാണാൻ സാധിക്കുന്നത്, ഇതാ ഒരു യുവാവ് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് അവൻ ധ്യാനിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. അവനോട് ഇതാ ഒരു യുവാവ് ചെന്നിട്ട് പറയുവാണ്, ഇതാ ഒരാള് വന്നിരിക്കുന്നു, നീ അവനെ കാണാനായിട്ട് പറഞ്ഞു. ഇസ്രയേലിൽ നിന്ന് വല്ല നന്മ ഉണ്ടാകുമോ എന്നവൻ ചോദിക്കുന്നു. അപ്പോൾ വിളിക്കാൻ വന്നവൻ പറഞ്ഞു, നീ വന്നു കാണുക എന്ന്. ആ യുവാവ് കടന്നു വരുന്ന കണ്ടപ്പോൾ ഇതാ യേശു ക്രിസ്തു പറയുവാണ്, ഇവൻ സാക്ഷാൽ ഇസ്രായേലിൽ ഇവനിൽ കാപഠ്യമില്ല എന്ന്. ഇവൻ സാക്ഷാൽ ഇസ്രായേലിൽ ഇവനിൽ കാപഠ്യമില്ല, കപടതയില്ല എന്നു. ആരെക്കുറിച്ചാണ് ക്രിസ്തു അപ്രകാരം ഒരു സംബോധന ചെയ്തത്? ആരെക്കുറിച്ചായിരുന്നു? നഥേനയേൽ. അത്തിയുടെ ചുവട്ടിലിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്ന യുവാവ്, അവനെക്കുറിച്ച് പറയുവാണ്, ഇവൻ സാക്ഷാൽ ഇസ്രായേലിൽ ഇവനിൽ കാപഠ്യമില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ആ അത്തിയുടെ ചുവട് ദൈവാനുഭവത്തിൻ്റെ ഇടമായി മാറി എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ആയിരിക്കുന്ന ഒരു വീടം എൻ്റെ ഒരു വീടായിരിക്കാം, എൻ്റെ ഒരു കടയായിരിക്കാം, ഞാൻ ആയിരിക്കുന്നതായ ഒരു പീഡകയായിരിക്കാം, ഞാൻ ആയിരിക്കുന്ന ഒരു സ്കൂൾ അധ്യാപകനായിരിക്കാം, ഞാൻ കോളേജിലെ ഒരു വിദ്യാർത്ഥിയായിരിക്കാം, ഒരു എഞ്ചിനീയർ ആയിരിക്കാം, ഒരു ആലയത്തിലെ ഒരു ഗുരുവായിരിക്കാം. ഞാൻ ആരായിരുന്നാലും ഞാൻ ഇരിക്കുന്ന ഒരു ഇടം ഒരു ധ്യാന പീഠികയായി മാറണം. ഞാൻ ആയിരിക്കുന്ന ഇടം ഒരു ധ്യാന പീഠികയായി മാറാനിടയാകണം. ഒരു പീഠികയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് തൻ്റെ ഇടത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയിലേക്കും തൻ്റെ ക്രിസ്തീയ ജീവിതത്തിലൂടെ, സാക്ഷ്യമുള്ള ജീവിതത്തിലൂടെ ദൈവത്തിനെ പകർന്നു കൊടുക്കുവാൻ സാധിക്കും. ഒരു ഗുരുനാഥന് തൻ്റെ വിദ്യാർത്ഥികളെ തൻ്റെ അറിവിൽ കൂടെ, ഒരു അധ്യാപികയാണെങ്കിൽ ഒരു അമ്മയുടേതായ സ്നേഹത്തിലൂടെ, അമ്മയുടേതായ കരുതലിലൂടെ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാൻ സാധിക്കണം. ഇന്നലെ ഒരു കുഞ്ഞ്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് തൻ്റെ അധ്യാപികയ്ക്ക് എഴുതിയതായ എഴുത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞങ്ങളെ ശകാരിക്കേണ്ട സമയത്ത് ഞങ്ങളെ ശകാരിക്കുകയും ഞങ്ങൾക്ക് വാത്സല്യം പകരുകയും ചേർന്ന്
ഒരമ്മയുടെ സ്നേഹം പകർന്ന ടീച്ചറാണ് അങ്ങ്. ഇതാണ് ഒരു അധ്യാപിക താനായിരിക്കുന്ന ധ്യാനപീഠമായ തൻ്റെ ക്ലാസ് റൂമിനെ ദൈവാനുഭവമുള്ള ഒരു വീടാക്കി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് സ്നേഹനിധിയ ഒരു അമ്മയായി മാറുന്നത്. നാം ആയിരിക്കുന്നതായ ഇടം ഒരു ബഥേലായി മാറാനായിട്ട് നമുക്ക് ഇടയാകണം എന്നുള്ളതാണ്. വീണ്ടും നാം പുതിയ നിയമത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിൻ്റെ പരശുശ്രൂഷയുടെ അവസാന ഭാഗത്തെത്തുമ്പോൾ എമ്മൗസിലേക്ക് യാത്രയാകുന്ന രണ്ട് യുവാക്കൾ, രണ്ട് യുവ സഹോദരങ്ങൾ, അവരോടൊപ്പം ചേർന്ന് യാത്രയാകുന്ന ഒരു അപരിചിതനായ ഒരു മനുഷ്യൻ. അവർ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. അവര് തങ്ങൾക്ക് ഒത്തിരിയും സ്വപ്നങ്ങൾ നെയ്തു നൽകിയതായ, വളരെ പ്രതീക്ഷകൾ പകർന്നതായ, ഒരു രാജ്യത്തിൽ വലിയ ചില മോഹങ്ങൾ പ്രതീക്ഷിച്ചതാ നഷ്ടപ്പെട്ടതിൻ്റെതായ പരിദേവനത്തോടുകൂടെ യാത്രയാവുന്ന രണ്ട് ചെറുപ്പക്കാരാണ് എമ്മൗസിലേക്ക് യാത്രയാവുന്നത്. അവരോടൊപ്പം അദൃശ്യമായി യാത്രയാവുന്ന അതേ ഒരു യുവാവ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വഴിവശത്ത് ഇരുന്ന് അവർക്ക് അപ്പം നുറുക്കിക്കൊടുക്കുന്ന ആ യുവാവ്, അപ്പം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്നതായ ആ രണ്ട് യുവാക്കൾ, അവർ കണ്ടു ആരെ? മശിഹായെ കണ്ടെത്തി. ആ വഴിക്കവല എന്തായി മാറി? ദൈവാനുഭവത്തിൻ്റെ ഇടമായി മാറി. പ്രിയപ്പെട്ടവരെ, ദൈവാനുഭവത്തിൻ്റെ ഇടം ഇതാ ക്രിസ്തു ആ മക്കൾക്ക് പകർന്നു നൽകുകയാണ്. ക്രിസ്തുവിനെ തിരിച്ചറിയുന്ന ഇടമായി മാറുന്നുണ്ട്. വീണ്ടും നാം കാണുന്നുണ്ട്, ക്രിസ്തീയ സമൂഹത്തെ തച്ചുടയ്ക്കാനുള്ള അധികാരപത്രവുമായിട്ട് ദമസ്കോസിലേക്ക് യാത്രയാകുന്നതായ ഒരു യുവാവ്. ക്രിസ്തീയ സമൂഹത്തെ തച്ചുടയ്ക്കാനുള്ള അധികാരപത്രവുമായി ദമസ്കോസിന്റെ പടിവാതിക്കൽ എത്തുന്നത് ഒരു യുവാവ്. പക്ഷേ അവനെയും ഇതാ ദൈവത്തിൻ്റെ ഒരു അദൃശ്യമായ ഒരു കരസ്പർശം ഉണ്ടാവുകയാണ്. പെട്ടെന്ന് ഈ ശൗൽ എന്ന് പറയുന്ന യുവാവ് അവൻ പെട്ടെന്ന് താഴെ വീഴുന്നു. അവനോട് ചോദിക്കുന്നു, നീ ആര്? നീ ആരാകുന്നു? അപ്പോൾ നമുക്ക് ലഭിക്കുന്ന മറുപടി, ശൗലേ ശൗലേ, നീ ഉപദ്രവിക്കുന്ന എന്തിന്? നീ എന്നെ ഉപദ്രവിക്കുന്ന എന്തിനുള്ള വലിയൊരു ശബ്ദം ഉണ്ടാകുന്നു. അപ്പോൾ ചോദിക്കുവാണ്, ആരാണ്? നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാകുന്നു, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാകുന്നു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മെക്കൊണ്ട് പല ആവശ്യങ്ങളും ഉണ്ടാകും. ദൈവത്തിന് നമ്മെക്കൊണ്ട് പല ആവശ്യങ്ങളും ഉണ്ടാകും. നമ്മളെ ചില രൂപാന്തരത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ ദൈവത്തിന് സാധിക്കും. ഇവിടെ ശൗല് ക്രിസ്തീയ സഭയുടെ പ്രധാന കെട്ടുപണിക്കാരനായി ഒരു പൗലോസായി മാറ്റിയെടുക്കുവാൻ ഇതാ അവിടെയും ഒരു ദമസ്കോസിന്റെ പടിവാതിലാകുന്ന ബേഥേൽ കാരണമായി തീർന്നു എന്നുള്ളതാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അനുഭവം എനിക്ക് എവിടെ ലഭിക്കുന്നുവോ ആ ഇടം എന്താണ്? ഒരു ബേഥേലായി ഞാൻ മാറ്റിയെടുക്കുവാൻ അല്ലെങ്കിൽ മാറാനായിട്ട് ഇടയാകണം. ഒരു വീട്ടിൽ ഒരമ്മ ദൈവാനുഭവത്തിൻ്റെ ഇടം ആക്കി മാറ്റി എന്നുള്ളതാണ്. മറ്റാരുമല്ല, നിങ്ങൾക്ക് പരിചയമുള്ള ഒരു സ്ത്രീ മഹത്വം തന്നെയാണ്. തൻ്റെ പ്രിയപ്പെട്ടതായ മകൻ, അവനെ ക്രിസ്തുവിൻ്റെ ഒരു ഉപകരണമാക്കി തീർക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുവാൻ ഇതാ ഒരു അമ്മ ആഗ്രഹിക്കുന്നു. ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട് ഉഴന്ന് നടന്ന് അലച്ചിലുകൾ കൂടെ അവൻ മറ്റൊരു വ്യക്തിയായി അവൻ മാറ്റപ്പെട്ടിരുന്നു. എന്നാൽ പ്രതീക്ഷ കൈവിടാതെ ദിവസങ്ങളോളം കണ്ണുനീരോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ തൻ്റെ വീടിനെ കണ്ണുനീരിൻ്റെ തുരുത്തിയാക്കി മാറ്റിയതായ മോണിക്ക എന്ന് പറയുന്ന അമ്മ തൻ്റെ മകനായ അഗസ്റ്റിനെ വലിയ ഒരു വിശുദ്ധനാക്കി മാറ്റിയെടുക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ആ വീട് ഒരു ബഥേലായി മാറിക്കഴിഞ്ഞപ്പോൾ അഗസ്റ്റിൻ പറയുന്ന ഒരു പ്രാർത്ഥന തന്നെയുണ്ട്. അവൻ പറയുവാണ്,
ദൈവത്തിൽ വിശ്രമിക്കാത്തിടത്തോളം കാലം ഹൃദയം അസ്വസ്ഥമായിരിക്കുമെന്ന്. ദൈവത്തിൽ വിശ്രമിക്കാത്തിടത്തോളം കാലം എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. എൻ്റെ തമ്പുരാനിൽ അലിഞ്ഞു ചേരുന്നിടത്തോളം കാലം എൻ്റെ ഹൃദയം തമ്പുരാന് വേണ്ടി വെമ്പൽ കൊണ്ടേയിരിക്കും. എൻ്റെ തമ്പുരാന് വേണ്ടി എൻ്റെ ജീവിതം ഒഴിഞ്ഞു ഞാൻ വെക്കും. ഇതാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനെ ഒരു ബഥേലാക്കി മാറ്റാൻ പറ്റും. നമ്മുടെ ഓരോ വീട്ടിലെ ഓരോ കുഞ്ഞിനെയും കുഞ്ഞു മാലാഖയാക്കി മാറ്റുവാൻ സാധിക്കും. ശ്രേഷ്ഠമായ ദൈവം മക്കളാക്കി നമുക്ക് മാറ്റുവാൻ സാധിക്കും. എങ്ങനെ? കണ്ണുനീരോട് പ്രതീക്ഷയോടുകൂടെ നിരാശ കൂടാതെ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുവാൻ ഇടയാകണം. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, കൈക്കുഞ്ഞുങ്ങളുള്ള അമ്മമാരോട് ഞാൻ പറയാറുണ്ട്, അല്ലയോ സഹോദരി, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മടിത്തട്ടിൽ നിന്റെ കുഞ്ഞുണ്ടാവണം. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മടിത്തട്ടിൽ കുഞ്ഞുണ്ടാകണം. തൊട്ടിയിൽ ഉറക്കി കിടത്തുകയല്ല, പ്രാർത്ഥിക്കുമ്പോൾ മടിത്തട്ട് അമ്മയുടെ മടിത്തട്ടിൽ തന്നെ കുഞ്ഞുണ്ടാകണം. പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരമ്മയുടെ ഒരിറ്റ് കണ്ണുനീർത്തുള്ളി ആ കുഞ്ഞിന്റെ നെറ്റിത്തടത്തിൽ വീണ് കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടമാകില്ല. അതുകൊണ്ടാണ് നമ്മുടെ പഴമക്കാർ പറയും, കണ്ണുനീരിന്റെ സന്തതി നഷ്ടമാകില്ല. ഒന്നുകൂടെ ഞാൻ ചേർത്ത് പറയട്ടെ, കണ്ണുനീരിന്റെ സന്തതി നഷ്ടമാകില്ല എന്ന് നമ്മുടെ പഴമക്കാർ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒരപ്പന്റെയും കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒരമ്മയുടെയും ഒരു പൈതലും ഈ ലോകത്തിന്റെ സ്നേഹത്തിന്റെ പിന്നാലെ കടന്നു പോകുകയില്ല. ഒരമ്മയും നൊമ്പരപ്പെടുവാനായിട്ട് ഇടയാകുകയില്ല. ലഹരിക്ക് വേണ്ടി സ്വന്തം അമ്മയുടെ തല വെട്ടിക്കീറുന്നതായ ഒരു യുവാവും എന്റെയും നിങ്ങളുടെയും വീടുകൾ ഉയരുകയില്ല. മദ്യപിക്കുവാൻ പണം കൊടുക്കാഞ്ഞിട്ട് അപ്പനെതിരെ വാളുയർത്തുന്ന ഒരു യുവാവും എന്റെയും നിങ്ങളുടെയും വീടുകളിൽ ഉയർന്നു വരികയില്ല. കഴിഞ്ഞ ദിവസം ലഹരിയിൽ തിമിർത്താടുന്നതായ ഒരു മകളുടെ ചിത്രമാണ് സമൂഹത്തിൽ കണ്ടത്. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോടുകൂടെ എൻ്റെ വീട്ടിൽ കണ്ണുനീരോടെ ഇരിക്കുന്ന ഒരപ്പനും അമ്മയും ഉണ്ടെന്ന് ഒരു പ്രതീക്ഷ, ഒരു ബോധം, അവബോധമുള്ള ഒരു യുവതിയും ഒരു യുവാവും ഈ ലോകത്തിന്റെ സന്തോഷത്തിന് പിന്നാലെ അവർ പരക്കം പാകുകയില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അല്ലയോ അമ്മമാരെ, പിതാക്കന്മാരെ, എൻ്റെ വീട് ദൈവാനുഭവത്തിൻ്റെ ഒരു ബഥയിലാക്കി മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ചിരപരിചിതമായ സ്ഥലം ദൈവാനുഭവത്തിൻ്റെ ഇടമാകണം. അപ്രകാരം ഒരു ദൈവാനുഭവത്തിൻ്റെ ഇടം കണ്ടെത്തുവാനായിട്ട് എനിക്കിടയായി. ഏതാനും നാളുകൾക്ക് മുമ്പ് എറണാകുളത്തുള്ള അമൃത ഹോസ്പിറ്റലിലെ സർജിക്കൽ ഐസിയുവിലെ വെന്റിലേറ്ററിൽ കിടക്കുവാൻ ഈ ബലഹീനനായ എനിക്കും ഇടയായി. ഡോക്ടർമാർ പറഞ്ഞു, 24 മണിക്കൂറിനുള്ളിൽ ലിവർ മാറ്റിവെക്കണം, കരൾ മാറ്റിവെക്കണം. ഇല്ല എങ്കിൽ അച്ഛൻ അവസ്ഥ മറ്റൊരു തലമാകുമെന്ന് പറഞ്ഞു. ലോകം മുഴുവനും, അറിയുന്നവർ മുഴുവൻ പേരും കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. കണ്ണുനീരോടുകൂടെയായിരുന്നു എല്ലാവരും പ്രാർത്ഥനയിൽ കഴിഞ്ഞിരുന്നു. എൻ്റെ സഹധർമ്മണി വേദപുസ്തകത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മാത്രമാണ് നിമിഷങ്ങൾ നീട്ടിക്കൊണ്ടിരുന്നത്. കടന്നു വന്നവർ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ ഉണ്ടായിരുന്നു. അനേകം ആളുകൾ ആശ്വസിപ്പിക്കുവാൻ കടന്നു വന്നു. പക്ഷേ കണ്ണുനീരിന്റെ തുരുത്തിയിൽ തൻ്റെ സങ്കടങ്ങളെ ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ട് ആ ഹന്ന അമ്മച്ചി ദേവാലയത്തിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചതുപോലെ, തൻ്റെ ഹൃദയം പകർന്നതുപോലെ, വേദപുസ്തകത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് സങ്കീർത്തനങ്ങൾ വായിച്ചുകൊണ്ട് വേദപുസ്തകം നനഞ്ഞ് കുതിർന്ന അവസ്ഥയിലേക്ക് കടന്നുപോയ നിമിഷങ്ങളുണ്ടായിരുന്നു. അവിടെയുള്ള സമൂഹ പ്രാർത്ഥനാലയത്തിൽ അവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 21-ാം സങ്കീർത്തനം അതിൻ്റെ
രണ്ടാമത്തെ വാക്യ പ്രകാരമാണ്, അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. നന്മയുടെ അനുഗ്രഹങ്ങൾ നീ അവനെ എതിരേറ്റു, തങ്ക കിരീടത്തെ അവൻ്റെ തലയിൽ വയ്ക്കുന്നു. അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവന് കൊടുത്തു എന്നേക്കുമുള്ള ദീർഘായുസിനെ തന്നെ. ആ ദേവാലയത്തിൽ വെച്ച് വേദപുസ്തകം തുറന്നു നോക്കിയപ്പോൾ കിട്ടിയ വാക്യം ഇതായിരുന്നു: നീ അവനോട് അപേക്ഷിച്ചു, ജീവനെ അപേക്ഷിച്ചു, നിന്റെ ആഗ്രഹത്തെ സാധിച്ചു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, 24 മണിക്കൂർ അവശേഷിക്കുന്ന നിമിഷങ്ങളാണ്. കരളിനു വേണ്ടി മൃതസഞ്ജീവനി സർക്കാരിൻ്റെ പ്രൊജക്റ്റിലൊക്കെ പേരുകളൊക്കെ രജിസ്റ്റർ ചെയ്തു, എവിടുന്നെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട്. വൈദിക ശ്രേഷ്ഠർ 2-ാം ദിവസം അവർ രോഗീലേപന ശുശ്രൂഷ നിർവഹിച്ചു. 3-ാം ദിവസം ഡോക്ടർമാരെ പറയുവാണ്, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു, അച്ഛൻ്റെ ലിവർ പഴയതുപോലെ പ്രവർത്തിച്ചു തുടങ്ങി. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്ന അച്ഛൻ്റെ ലിവർ പഴയ പോലെ പ്രവർത്തിച്ചു തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ദൈവാനുഭവം രുചിച്ചറിഞ്ഞ ഒരു ബഥയിലായിരുന്നു ബലഹീനനായ എനിക്ക് അമൃത ഹോസ്പിറ്റലിലെ വെന്റിലേറ്റർ എന്ന് പറയുന്നത്. നാം ആയിരിക്കുന്നതായ ഇടം അത് ഹോസ്പിറ്റലിലായിരിക്കാം, എൻ്റെ ഭവനത്തിലെ കിടക്കയിലായിരിക്കാം, ഞാൻ ആയിരിക്കുന്ന ജോലി സ്ഥലത്തായിരിക്കാം, എൻ്റെ കൃഷിയിടത്തായിരിക്കാം, ദേവാലയത്തിലായിരിക്കാം. ഞാനായിരിക്കുന്ന ഇടം ദൈവത്തെ അനുഭവിച്ചറിയുന്ന, രുചിച്ചറിയുന്ന ബഥേലായിട്ട് ഒരു യാക്കോബിനെ പോലെ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തത്, ഇവിടെ ദൈവമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ആ അറിവിൻ്റെ ആ ചിന്ത പങ്കുവെക്കുമ്പോൾ മൂന്നാമത്തെ തലം, തോൽവിയുടെ മാധുര്യം പകരുന്ന വീട് നമുക്കുണ്ടാകാം. തോൽവിയുടെ മാധുര്യം പകരുന്ന വീട് നമുക്കുണ്ടാകാം. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ പ്രതീക്ഷയുള്ള മക്കളായി നമുക്ക് മാറാനായിട്ട് ഇടയാകണം. ഉൽപ്പത്തി പുസ്തകത്തിൽ തോൽവിയുടെ ഒരു ഇടം നാം കാണുന്നുണ്ട്. തോറ്റുപോയവൻ്റെ ദൈവസന്നിധിയിൽ തോറ്റുപോയനായ കയീൻ തൻ്റെ സഹോദരൻ്റെ കൊലയാളിയായി അവൻ മാറുന്നു. അവിടെ തൻ്റെ സൃഷ്ടിയോർത്ത് ദുഃഖിക്കുന്നതായ പിതാവാം ദൈവം യഹോവ നോക്കിയപ്പോൾ തൻ്റെ സൃഷ്ടി ഇതാ ഹാബേൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതായ കാഴ്ച. അവിടെ അഹങ്കാരത്തോടെ നിൽക്കുന്നവൻ ആ കയ്യേനെ കണ്ടിട്ട് ദൈവം ചോദിക്കുവാണ്, കയ്യേനെ നിന്റെ സഹോദരൻ എവിടെ? യാതൊരു ശങ്കയും കൂടാതെ കയീൻ പറയുവാണ്, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന്. അവിടെ ദൈവത്തിൻ്റെ മനസ്സ് നീറുന്നു എന്നുള്ളതാണ്. ഒരു പരാജയത്തിൻ്റെ ഒരു വീടിൻ്റെ ഒരു അനുഭവം അവിടെ ഉണ്ടാകുകയാണ്. വികാരത്തിൽ അടിപ്പെട്ട് ഊരിയാവിൻ്റെ ഭാര്യയെ കരഗതമാക്കിയ ദാവീദിന്റെ ചിത്രം മറ്റൊരു ഭാഗത്ത് നാം കാണുന്നു. ബത്ശബയെ കരഗതമാക്കുവാൻ ഊരിയാവിനെ ശത്രുകളയത്തിൽ വെച്ച് തന്നെ കൊല്ലിക്കുന്നവനായ ദാവീദിനെ, ഇതാ അഭിഷിക്തനായ ദാവീദ് ഇതാ ഒരു രക്തത്തിന് പങ്കാളിയായി തീർന്നു. നാഥാൻ പ്രവാചകൻ ഒരു ഉപമയിൽ കൂടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ നീതിമാനായ ദാവീദിന്റെ സ്വരമുയരുന്നു, ആ മനുഷ്യൻ മരണയോഗ്യനെന്ന്. നീതിമാനായ ദാവീദ് നീതിയുടെ സിംഹാസനത്തിൽ നിന്ന് ഉയർന്നുകൊണ്ട് പറയുവാണ്, ആ മനുഷ്യൻ മരണയോഗ്യനെന്ന്. ആ സമയത്ത് യഹോവയാ ദൈവം നാഥാനിൽ കൂടെ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ എന്ന്. അഭിഷിക്തനായ ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായ ദാവീദ്, ഇതാ ദാവീദ് മൂലം യഹോവയാ ദൈവം ദുഃഖിക്കുന്നതായ മറ്റൊരു ഇടം നാം കാണുന്നു. മറ്റൊന്ന്,
തൻ്റെ മാറോട് ചേർന്നിരുന്നവനായ യൂദ 30 വെള്ളിക്കാശിനായിട്ട് അരുമനാഥനെ ഒറ്റിക്കൊടുക്കുന്നു. അവിടെയും നിശബ്ദനായി നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എവിടെ? ഗദസമന തോട്ടത്തിൽ. പിന്നീട് കാണുന്നത് സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി, സ്വന്തം ജീവനെ സ്നേഹിച്ചുകൊണ്ട് താല്പര്യത്തോടുകൂടെ അരുമനാഥനെ 3 പ്രാവശ്യം തള്ളിപ്പറയുവാൻ ഒരു കാവൽക്കാരുടെ മുമ്പിൽ വെച്ച് പിച്ചും പേയും പറയുന്നതായ പത്രോസിനെയാണ് കാണുന്നത്. അവിടെയും ഒന്ന് നോക്കി തലകുനിച്ചു പോകുന്നവനായ എൻ്റെ അരുമനാഥനെയാണ് ആ വഴിയാത്രയിലും കാണുന്നത്. അവിടെയും ദൈവം പരാജയപ്പെടും, ദുഃഖിക്കുന്നതായി കാണുന്നു. മറ്റൊരു ഭാഗത്ത് വിസ്താരവേളയിൽ നിന്നെ വിട്ടയപ്പാൻ എനിക്ക് അധികാരമില്ലയോ, അത് നീ അറിയുന്നില്ലയോ എന്ന് ഒരു സൃഷ്ടി ആരോട് ചോദിക്കുന്നു? സൃഷ്ടാവിനോട് ചോദിക്കുന്നു. നിന്നെ വിട്ടയപ്പാനും നിന്നെ ശിക്ഷിക്കുവാനും അധികാരമുണ്ട് എന്ന് നീ അറിഞ്ഞുകൂടെ എന്ന് ഒരു സൃഷ്ടി സൃഷ്ടാവിൻ്റെ മുഖത്ത് നോക്കി പറയുന്നു. അവിടെയും എൻ്റെ അരുമനാഥൻ ഒന്നും പറഞ്ഞില്ല. നിശബ്ദനായി നിൽക്കുന്ന ഒരു ദൈവത്തെ നാം കാണുന്നു. വീണ്ടും നാം കാണുന്നത് കാൽവറി ക്രൂശിൻ്റെ ചുവട്ടിലാണ് കാണുന്നത്. ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ ഇപ്പോൾ തന്നെ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് ഇപ്പോൾ തന്നെ നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക. സൃഷ്ടാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പരിഹാസത്തോടെ നിൽക്കുന്നതായ ഒരു യഹൂദ ജനം, പടയാളികൾ, അരുമനാഥിൻ്റെ വസ്ത്രത്തിന് വേണ്ടി കടിച്ചു കീറുന്നതായ പടയാളികൾ. എത്രയോ ഭീകരമായ രംഗങ്ങളാണ് കാണുന്നത്. ഒരു ഭാഗത്ത് ഊശാന എന്ന് പറഞ്ഞ അതേ ജനം തന്നെ അവനെ കുരൂശിക കുരൂശിക എന്ന് ആർത്തലച്ചു. ഇവിടെ അരുമനാഥൻ്റെ ഒരു ദീനമായ രോദനം, ദുഃഖമാണ് ഗോകുലത്തായി നാം കാണുന്നത്. തോൽവിയുടെ മാധുര്യം തരുന്ന ഒരു രക്തസാക്ഷിയെ ക്രിസ്തുവിൽ കാണാനായിട്ട് സാധിക്കും. ഒന്നുകൂടെ പറഞ്ഞുകൊള്ളട്ടെ, തോൽവിയുടെ മാധുര്യം നുകരുന്ന ഒരു രക്തസാക്ഷിയെ കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് ക്രിസ്തുവിനെ കാണാനായിട്ട് കാണുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് എവിടെയാണ് ആയിരിക്കുന്നത്? നാം എവിടെയാണ് ആയിരിക്കുന്നത്? ഒന്ന് തോറ്റുകൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒന്ന് തോറ്റുകൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എല്ലാവരും അവരുടേതായ വാശികൾ അത് ജയിക്കണം, അവരുടേതായ നിർബന്ധങ്ങൾ ജയിക്കണം. അടുത്ത സമയത്ത് 65 വയസ്സ് കഴിഞ്ഞ ഒരമ്മ പറയുന്നത്, എനിക്ക് ഇങ്ങേരോടൊപ്പം ജീവിക്കുവാൻ സാധിക്കുകയില്ല, എനിക്ക് ഇങ്ങേരോടൊപ്പം ജീവിക്കുവാൻ സാധിക്കുകയില്ല, ജീവിതം മടുത്തു. ഇപ്രകാരം ജീവിതത്തിൻ്റെതായ ഒരു മരവിപ്പിലാണ് ഇന്ന് മനുഷ്യ സമൂഹം. അത് വാർദ്ധക്യത്തെയും അത് ബാധിച്ചിരിക്കുന്നത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. ഞാൻ യുവാക്കന്മാരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്ന വ്യക്തിയാണ്. അടുത്ത സമയത്ത് ഒരു യുവാവ് പറഞ്ഞു, എൻ്റെ അച്ഛാ, എൻ്റെ ഈ അപ്പനെ ഞാൻ വെറുത്തു. അച്ഛാ, ഞാൻ എൻ്റെ അപ്പനെ വെറുത്തു. ജനിച്ച നാൾ മുതൽ എൻ്റെ അമ്മയെ കരയിപ്പിക്കുന്ന, അമ്മയ്ക്ക് ദുഃഖം മാത്രം പങ്കുവെക്കുന്ന ഒരപ്പൻ. കഴിഞ്ഞ ആഴ്ച ഒരു യുവാവ് ഫോണിൽ എന്നോട് സംസാരിച്ചിട്ട് പറയുവാണ്, അച്ഛാ, എൻ്റെ അമ്മച്ചിക്ക് അമ്മയുടെ ദുഃഖം കണ്ടാലും വേണ്ടില്ല, ഭയങ്കരമായ പിടിവാശിയിലാണ്, വീട്ടിൽ ജീവിക്കുവാൻ അമ്മച്ചി അനുവദിക്കുകയില്ല എന്ന്. എന്നാൽ മറ്റൊരു യുവാവ് പറഞ്ഞതായ കാര്യം, അപ്പൻ്റെ സ്നേഹം ലഭിക്കുന്നില്ല, അപ്പൻ്റെ സ്നേഹം സാന്നിധ്യം അനുഭവിക്കുന്നില്ല, എങ്കിലും അമ്മയുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന, കുടുംബാംഗങ്ങളുടെ
വലിയൊരു കരുതൽ, ആ ഒരു സ്നേഹം മൂലം ഇന്ന് ജീവിക്കുന്നു. അപ്പൻ്റെ സ്നേഹം കിട്ടുന്നില്ല എങ്കിലും അപ്പൻ്റെ പ്രവൃത്തിയെ മാത്രം ഞാൻ വെറുക്കുന്നുള്ളൂ, അപ്പനെ ഞാൻ വെറുക്കുന്നില്ല. അപ്പൻ്റെ പ്രവൃത്തിയെ ഞാൻ മാത്രമേ വെറുക്കുന്നുള്ളൂ, അപ്പനെ ഞാൻ വെറുക്കുന്നില്ല. ഇവിടെയാണ് ആ പൈതൽ അപ്പൻ്റെ സ്നേഹത്തിന് വേണ്ടി ആ യുവാവ് കൊതിക്കുന്നു എന്നുള്ളതാണ്. അപ്പൻ്റെ ജന്മം നൽകിയ അപ്പനെ അവൻ വെറുക്കുന്നില്ല, ആ സ്നേഹം അവൻ കൊതിക്കുന്നു എന്നുള്ളതാണ്. ഈ സ്നേഹം കൊതിച്ചവനാണ് ക്രിസ്തു. ഈ സ്നേഹം കൊതിച്ചവനാണ് ക്രിസ്തു. അതുകൊണ്ടാണ് ഒറ്റിക്കൊടുക്കാൻ വന്നവനായ യൂദയോടും ക്രിസ്തു ചോദിക്കുന്നത്, സഹോദരാ നീ വന്ന കാര്യം എന്ത്? അല്ലയോ സഹോദര നീ വന്ന കാര്യം എന്ത്? ഒരിക്കൽ പോലും ദുഷ്ട എന്ന് വിളിച്ചില്ല. കാരണം എന്താണ്? അവസാന നിമിഷവും അവൻ അനുദപിക്കുവാനുള്ള അവസരം കർത്താവ് വിട്ടുകൊടുക്കുന്നുണ്ട്. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹം അവൻ രുചിച്ചറിയാതെ അവൻ്റെ ജീവിതം ഒരു കയറിൽ ഹോമിച്ചു. എന്നാൽ താൻ തെറ്റു ചെയ്തു എന്ന് ബോധ്യപ്പെട്ടിട്ട് ഭിത്തിയുടെ മറവിൽ തലയിടിച്ച് അനുദപിച്ച് കണ്ണുനീരോടുകൂടെ തിരിച്ചു വരുന്നവനായ ഒരു പത്രോസിനെയാണ് ക്രൂശിൻ്റെ യാത്രയിൽ കാണാൻ നമുക്കിടയാകുന്നത്. ഈ ഒരു വീണ്ടും വിചാരം, ഒരു വിട്ടുകൊടുക്കുവാനുള്ള, ക്രിസ്തുവിൻ്റെ ക്ഷമിക്കാനുള്ള സ്നേഹം നമുക്കുണ്ടാകണ്ടേ? പിതാക്കന്മാരെ, അമ്മമാരെ ഒന്ന് തിരിച്ചു നോക്കൂ. അല്ലയോ യുവാവേ ഒന്ന് തിരിഞ്ഞു നോക്കൂ. എന്തിനാണ് വാശി? ജീവിതം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ, ജീവിതം വിട്ടൊഴിയുവാൻ എത്രയോ പേര് ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഭാര്യയുടെ മുമ്പിൽ ഒന്ന് ക്ഷമിക്കാൻ, വിട്ടുകൊടുക്കുവാൻ, എൻ്റെ ഭർത്താവിന് മുമ്പിൽ ഒരു സോറി പറയുവാൻ ആരും തയ്യാറാവുന്നില്ല. അതാണ് ക്രൈസ്തവ കുടുംബങ്ങളുടെ വേർപിരിയലിൻ്റെ ആഴമെന്ന്. ഒപ്പം തന്നെ ജീവിതത്തിൽ വിശ്വസ്തത പാലിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ജീവിതത്തിൽ വിശ്വസ്തത പാലിക്കാൻ അതുകൊണ്ടാണ് പരാജയത്തിൻ്റെ വീടുകൾ ഉയരുന്നത്. കാണാൻ പാടില്ലാത്ത കാഴ്ചകളും കേൾക്കാൻ പാടില്ലാത്ത കേൾവികളും ഇരിക്കാൻ പാടില്ലാത്ത ഇടങ്ങളും പാടില്ല എന്ന് ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് അതുകൊണ്ടാണ്. പ്രിയരെ, ഒരു തിരിഞ്ഞു നോട്ടം നമുക്ക് ആവശ്യമാണ്. പരാജയം ഒരിക്കലും തകർച്ചയല്ല. ഒരാളിനെ കൂടി പരിചയപ്പെടുത്തി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ് തോമസ് ആൽവ എഡിസൺ. 67 വയസ്സിൽ പിന്നിടുന്ന ഒരു മനുഷ്യൻ. വർഷങ്ങളോളം അദ്ദേഹം കണ്ടെത്തിയതായ കണ്ടെത്തലുകൾ, അദ്ദേഹം പരീക്ഷണം നടത്തിയതായ തൻ്റെ പരീക്ഷണശാല കത്തിയമരുന്നു, തീ പിടിച്ച് കത്തിയമരുന്നു. ഈ ദൃശ്യം കണ്ടിട്ട് തൻ്റെ ലൈബ്രറി കത്തിയമരുമ്പോൾ തൻ്റെ മകനായ ചാൾസിനോട് തോമസ് ആൽവ എഡിസൺ പറയുവാൻ, അല്ലയോ മകനെ ചാൾസാ, നീ എവിടെയാണ്? ഓടിവാ. എന്നിട്ട് പറയുവാണ്, നിന്റെ അമ്മ എവിടെ? വേഗം പോയി അവളെ കൂട്ടിക്കൊണ്ടു ഇങ്ങോട്ട് വാ. ഇത്തരം ഒരു കാഴ്ച അവൾ എനിക്കൊരിക്കലും കാണാൻ ഇടയാകും. ഇത്തരം ഒരു കാഴ്ച ഒരിക്കലും അവൾക്ക് കാണാൻ ഇടയാകുകയില്ല. കത്തിയമരുന്ന ആ ചാരക്കൂമ്പാരത്തിൽ കൂടെ നടന്നു പോയിട്ട് എഡിസൺ ഒരു സ്തോത്രഗാനം പാടി. ഇപ്രകാരമാണ്: ഈ തകർച്ച എത്രയോ പ്രയോജനകരമായിരിക്കുന്നു. നമ്മുടെ എല്ലാ തെറ്റുകളും ചാരമായി തീർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തുതി. ഇനി നമുക്ക് പുതുതായി വീണ്ടും ആരംഭിക്കുക. പ്രിയപ്പെട്ടവരെ, പരാജയങ്ങളിൽ നിന്നാണ് ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്നത്. പരാജയങ്ങളിൽ നിന്നാണ് ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്നത്. ഞാൻ പറയുണ്ടായി, ബഥേലിൻ്റെ അനുഭവത്തിലേക്ക് നാം പോകുമ്പോൾ ഒന്നാമതായിട്ട് സ്നേഹത്തിൻ്റെ ഒരു ഗോവേണി ഉയർത്തുന്ന ഇടമായി വീട് മാറണം. 2, ദൈവാനുഭവത്തിൻ്റെ ഇടമായി ഓരോ വീടും മാറണം. 3, തകരുന്ന വീടായി നമ്മുടെ വീടുകൾ മാറരുത്. പ്രിയപ്പെട്ടവർ, ഇന്ന് വരെയും എന്നെ വഴി നടത്തിയ ഒരു ദൈവത്തിന് നന്ദി പറഞ്ഞ് പുതിയ ഒരു ജീവിതം ആരംഭിക്കുവാൻ നമുക്ക് ഇടയാകണ്ടേ?
ഇപ്രകാരം നമുക്ക് ചേർന്ന് പാടി നമുക്ക് ധ്യാനം അവസാനിപ്പിക്കാം. ഇഹലോകമോ തരികിലൊരു സുഖവും മനഃശാന്തിയതും, ഇഹലോകമോ തരികിലൊരു സുഖവും മനഃശാന്തിയതും, എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദം ഉണ്ടെനിക്ക്. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ ഇന്നും ആനന്ദം ഉണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാനറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 16-ാം വാക്യം. യാക്കോബ് ഉറക്കത്തിൽ നിന്നുണർന്ന് വൻ പറഞ്ഞു, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാൻ അതറിഞ്ഞില്ല. ഞാനായിരിക്കുന്ന ദേവാലയം, ഞാനായിരിക്കുന്ന വീട്, ഞാനായിരിക്കുന്ന ഇടം ദൈവമുണ്ട്, ഞാൻ അതറിഞ്ഞില്ല. ഇത്രത്തോളം എന്നെ ഉയർത്തിയ ഒരു തമ്പുരാനാണ്. ആ തമ്പുരാനാണ് എന്നെ ഇത്രത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങളിൽ കൈപിടിച്ച് നടത്തിയത്. അതുകൊണ്ട് പറയുന്നതാണ്, ദൈവത്തെ അറിഞ്ഞ് അവൻ്റെ വഴികളെ അറിഞ്ഞ് അനുഗമിച്ചിടും ഞാൻ അന്ത്യം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ ഒരു പ്രതിജ്ഞ നമുക്കെടുക്കാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ്, അവൻ്റെ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിക്കും. ഇനി എൻ്റെ ജീവിതം, ഇനിയുള്ളൊരു സമയം, എൻ്റെ കുടുംബജീവിതം അവൻ്റെ വഴികളെ അറിഞ്ഞ് ജീവിക്കാനായിട്ട് ഇടയും. അങ്ങനെയാകുമ്പോൾ എൻ്റെ വീടെന്താണ്? ദൈവമുള്ളൊരു വീടായി മാറാനിടയും. അതിന് ഈ വചനം നമുക്ക് ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇപ്രകാരം എനിക്കൊരു അവസരം തന്നതായ ബഹുമാനപ്പെട്ട എൽദോ അച്ഛന് മത്തുകുട്ടി അച്ഛൻ, ഇവിടെ ഈ പരിമല സെമിനാരിൽ എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും, എൻ്റെ വചനങ്ങളെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും ആദരവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.